ഒരു 3 മണിക്ക് ഫോൺ വരികയാണ്. തൊട്ട് ഒരു സ്ത്രീ വിളിക്കുകയാണ്. ഇങ്ങനെ അവരുടെ അമ്മ അവിടെ പശു മാറ്റിക്കിടാൻ പോയിരുന്നു. അപ്പം ഇങ്ങനെ ഇദ്ദേഹം പണിസ്ഥലത്ത് നിന്ന് കരച്ചിൽ കേട്ടു. ഇദ്ദേഹത്തിൻ്റെ ഒന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ ആരും കിട്ടില്ല, വിളിച്ച് കിട്ടില്ല. പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരാൾ വന്നു. ഞാൻ പോയി നോക്കുമ്പോൾ ഇതെങ്ങനെ മരിച്ചു കിടക്കുക, സൈറ്റ് മരിച്ചു കിടക്കുകയാണ്, കിടിസ്ഥലത്ത് മരിച്ചു കിടക്കുകയാണ്. ഞാൻ പോയിട്ട് വന്നേ. അപ്പോൾ ഇത് ഈ കാട്ടുപോത്ത് ഒരു 3-4 മാസം ഉണ്ട്. ഇത് ഒറ്റയല്ല, ഒരു സംഘമാണ് കാട്ടുപോത്തും. ഇത് കാട്ടുപോത്ത് വരും, ഇടയ്ക്ക് പടക്കം പൊട്ടി ചോദിക്കും, പിന്നെ തിരിച്ചു വരും. ഇത് ശാശ്വത പരിഹാരമില്ല. രാവിലെ കൃഷിസ്ഥലത്ത് പോയതാണ്. ഇത് രാവിലെ പോകാം. ബഹളം കേട്ടത് അയലോക്കത്തുള്ള സ്ത്രീയാണ്. അവർ നിലവിളി കേട്ടു. അപ്പം ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഈ കാട്ടുപോത്തിനെ കണ്ടു. കാട്ടുപോത്തപ്പോൾ പോത്ത് മാറിപ്പോണ്ട്. അടുത്ത് തന്നെ അവിടെ ഉണ്ട്. നിലത്ത് കിടക്കുക. പരിക്ക് ഭയങ്കര ഗുരുതര. തീർച്ചയായിട്ടും 2 കൊമ്പ് കയറി പാടുണ്ട്. 2 കൊമ്പ് ലിവറൊക്കെ ബ്രേക്ക് ചെയ്ത് കേട്ടിട്ടുണ്ട്. വയറും നെഞ്ചത്തും നെഞ്ചുകൊണ്ട്. എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹം കശുവണ്ടി വർക്കായിരുന്നു. അതെ, ആ സമയത്ത് ആക്രമിക്കുക. അതെ. അപ്പോൾ ഇതിൻ്റെ പരിഹാരമാണ് ഏറ്റവും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞങ്ങളെ വിളിച്ചു വന്നാൽ മതി. ഈ കാട്ടിയൊന്നും എടുക്കാൻ പറ്റില്ല, ഞങ്ങളെ വിളിച്ചില്ല. ഏത് ഹോസ്പിറ്റലിലേക്ക് ആദ്യം കൂരാച്ചുണ്ടിലേക്ക്? നേരെ മെഡിക്കൽ. അതെ. ഡോക്ടേഴ്സ് എന്തോ ഞാൻ തന്നെ ഇറക്കി ഓടി തന്നെ താഴെ ഇറക്കി. ഞാനാ ആ സ്ഥലത്ത് നിന്ന്. അതെ 1.5 കിലോമീറ്റർ ജീപ്പിൽ അങ്ങനെ കൊണ്ടു തോളെ വെച്ച് ഈ കോലം കണ്ടേ തോളെ വെച്ച് സ്ഥലത്തുനിന്ന് 1.5 കിലോമീറ്റർ താഴേക്ക് ചോന്നിറക്കുക. അതെ. വണ്ടി വരുന്ന സൈറ്റ് അത്ര ദൂരെയായിരുന്നു. അതെ. ജീപ്പിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ആംബുലൻസ് ലിഫ്റ്റ് ചെയ്തു. കുറച്ച് വഴിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഇല്ല ഒന്നുമില്ല. ബ്രീത്തിങ് ഒന്നുമില്ല, പൾസ് ഒന്നുമില്ല. ഇല്ല 2 ഹോളുണ്ട്. നമുക്ക് കണ്ടറിയാം. 2 ഹോളുണ്ട് മെയിനായിട്ട്. എടുത്തോണ്ട് വന്നു. അതെ. ഗുജറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കൂട്ടി പിന്നെ ഒന്നിച്ച് വന്നു. ചേട്ടന്റെ പേര് ജോൺസൺ കക്കെ. അയൽവാസിയാണ്. അതെ.